നിഷാൻ, CH ക്വിസിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണല്ലോ. സൈലന്റ് വാലി ദേശീയോദ്യാനം കേരളത്തിലെ ഏക നിത്യഹരിത വനമാണ്. ഏത് സമയം നോക്കിയാലും പച്ചപ്പുള്ള ഒരു വനം. ആ നിത്യഹരിത വനമായ സൈലന്റ് വാലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ല ശരിയായ ഉത്തരവാണ്. നിബിയെ, പാലക്കാട് ജില്ലയിലെ ഏത് താലൂക്കാണെന്ന് കൃത്യം പറയാവോ? മണ്ണാർക്കാട് താലൂക്ക് കേട്ടോ. മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് ഏത് വർഷമാണെന്നും ഏത് പ്രധാനമന്ത്രിയാണെന്നും പറയാമോ? പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധിയാണ് സൈലന്റ് വാലിയെ നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചത്. ഏത് വർഷം? 1984. ഇന്ദിരാഗാന്ധി മരിക്കുന്ന വർഷം. കാരണം പ്രഖ്യാപനം മാത്രമേ ഇന്ദിരാഗാന്ധി നടത്തിയുള്ളൂ. തൊട്ടടുത്ത വർഷം 85 സൈലന്റ് വാലി നാഷണൽ പാർക്കിന്റെ തൊട്ടടുത്ത വർഷം നാഷണൽ പാർക്കിന്റെ ഇനാഗുറേഷൻ നടക്കുന്നത് 1985. ആര്? രാജീവ് ഗാന്ധി. അദ്ദേഹം പ്രധാനമന്ത്രി ആയപ്പോഴത്തേക്ക്. ഓക്കെ. വംശനാശ ഭീഷണി നേരിടുന്ന, അതായത് നമ്മുടെ റെഡ് ഡേറ്റ ബുക്കിലൊക്കെ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു മൃഗത്തിന്റെ സാന്നിധ്യം കൊണ്ട് സജീവമാണ് സൈലന്റ് വാലി. ഏതാ? സിംഹവാലൻ കുരങ്ങൻ. സിംഹവാലൻ കുരങ്ങുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം വെടിപ്ലാവ്. അതുള്ളതും സൈലന്റ് വാലിയിലാണ്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദി കുന്തിപ്പുഴ. കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദികളിലൊന്നാണ് കുന്തിപ്പുഴ. അങ്ങനെയാണെങ്കിൽ സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴയാണ്. സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി. പുരാണങ്ങളിൽ സൈലന്റ് വാലിക്ക് പക്ഷേ മറ്റൊരു പേരായിരുന്നു സൈരന്ധ്രി വനം. ആ സൈരന്ധ്രി വനത്തെക്കുറിച്ച് കവിത എഴുതി സൈലന്റ് വാലിയുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു പരിസ്ഥിതി പ്രവർത്തക കൂടിയായ ഒരു കവയത്രിയുണ്ട്. ആരാണ്? സുഗതകുമാരി ടീച്ചറാണ് അങ്ങനെ പ്രവർത്തിച്ച ഒരു കവയത്രി. അപ്പൊ ശരിയാണല്ലോ? ഓക്കെ ആണല്ലോ?